പെർസെൻറ്റേജ് മാത്രമാണ് റിസ്ക് വെക്കുന്നത്. ചിലത് ഞാൻ ഹൈ ക്യാപിറ്റൽ ഇട്ടുകൊണ്ടെന്നാകും ഇറക്കിക്കൊണ്ട് ചെറിയൊരു TP1 വരെ തന്നെ ടാർഗറ്റ് ചെയ്യും. എല്ലാം TP1 ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു $215 പ്രോഫിറ്റ്. അതായത് കുറച്ച് വലിയ എമൗണ്ട് ഇട്ടിന്, കുറച്ച് എമൗണ്ട് ക്യാപിറ്റൽ ഫുൾ ഇറക്കിനാ ഇപ്പോൾ ഇതാ ഗോൾഡിലോ സെല്ലൻഡറി പ്രോഫിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അതിലും പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഒരു USD ഇല്ല. ഹലോ ഇത് പറഞ്ഞല്ലേ പ്രോഫിറ്റ് ആയി വരുന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാം കയറും. പക്ഷെ അതിൽ അപ്പോഴും ഇവിടെ കാണിക്കുന്നില്ല. ഗ്രീൻ അത് മാറും അത് മാറി വരും കാര്യങ്ങൾ. കുറച്ച് ടൈം അത് മാറി വരും. അത് അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങട്ടില്ലേ, ആ പോയിന്റ് നിന്ന് ഇറങ്ങട്ട്. അതായത് ഇതിപ്പോൾ ഈ ലോ ബ്രേക്ക് ചെയ്തു, ഇത് ബ്രേക്ക് ചെയ്ത് അതിന് മാർക്കറ്റ് ഡൗൺ ട്രെൻഡ്. അത് ബ്രേക്ക് ചെയ്തു. ഇനി താഴത്തേക്ക് ഇനി സപ്പോർട്ടിന് വേണ്ടിയിട്ട് താഴത്തേക്ക് ഇറങ്ങി. അടുത്ത സപ്പോർട്ടിന് വേണ്ടി മാർക്കറ്റ് താഴേക്ക് വരണം. അതാണ് ഇപ്പൊ നടക്കുന്നത്. അടുത്ത സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എവിടെ വരും? അടുത്ത സപ്പോർട്ട് ഇതാ ഇവിടെ എൻട്രിയിൽ വരും. ഈ TP3 ആണ് അടുത്ത സപ്പോർട്ട്. അതാണ് ഈ എൻട്രിന്റെ എവിടെയാണോ TP3 വെച്ചിട്ടുണ്ടായിരുന്നത്? ഈ ST എൻട്രി ഇല്ലേ, അതാണ് അടുത്ത ഇതാണ് സപ്പോർട്ട്. ചാൻസ് ഉണ്ട് അവിടെ വരെ വരണം മാർക്കറ്റ് സപ്പോർട്ട്. അതാണ് ST എൻട്രിലാണ് TP3 വെച്ചിട്ടുള്ളത്. അവിടെയാണ് എന്താ സ്ട്രോങ് ആയിട്ടുള്ള എന്ന് പറയാ സപ്പോർട്ടിംഗ് പോയിന്റ്. അതാണ് അവിടെ വരുന്നത് സ്ട്രോങ് സപ്പോർട്ടിംഗ്. ചാൻസ് ഇല്ല, അവിടെ വന്നതിന് ശേഷം എന്താവെന്ന് വെച്ചാൽ ഇവിടെ എത്തിയിട്ട് ഇവിടെ സ്റ്റേബിൾ ആവും. ഇതിങ്ങനെ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത് ഇവിടെ ഒരു ഹൈ ഇതാ അടിച്ചു, താഴ്ന്നതാ സിഗ്നൽ വന്നു വീണ്ടും. അതായത് ഈ ക്യാൻഡിലിന് ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു ബുള്ള് വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ബുള്ളിന് തന്നെയാണ് വീണ്ടും നന്നായി ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ബുള്ളില്ല. 90% ബുള്ളിലാണ് ആ ക്യാൻഡിൽ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളതെന്നാണ് അവിടെ ഇപ്പൊ കണ്ടത് നമ്മൾ. ഇവിടെയൊക്കെ ബുള്ളിലാണ് പോകുന്നത് അല്ലേ? പിന്നെ ഇവിടെ താഴത്തേക്ക് ബിയർ. അതായത് ഓരോ ക്യാൻഡിലും ബിയറാണ് കാണിക്കുന്നത്. പുള്ളിങ് കൂടുതൽ. അതായത് അവിടെ സെല്ലാണ് വരുന്നത്. അതായത് ബുള്ളും ബിയറും ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ടാണ് ഒരു ക്യാൻഡില് ആകുന്നത്. അപ്പൊ അതില് ഒരു ക്യാൻഡിൽ ബുള്ളിന്റെ ചിഹ്നം കൂടി ഒരു ക്യാൻഡില വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ബിയർ വരുന്നുണ്ടെങ്കിൽ അത് സ്ട്രോങ് ആണ്. ബിയർ സ്ട്രോങ് ആണ്. ഇപ്പൊ ബിയർ സ്ട്രോങ് ആയതുകൊണ്ട് പിക്ചർ വന്നത് ഏരിയ സ്ട്രോങ് ആയി. അപ്പൊ അത് സ്ട്രോങ് ആകുമ്പോൾ ഇവിടെയൊക്കെ കാര്യങ്ങൾ മൈനസിലേക്ക് വരും. ഇപ്പൊ എന്താണ് Z സ്കോർ ഒക്കെ മൈനസാണ്. ഒന്ന് നമ്മൾ Z സ്കോർ മൈനസാണ്, കാര്യങ്ങൾ മെല്ലെ മെല്ലെ മാറി വരും. നമ്മൾ ഹോൾഡ് ചെയ്യാം. അവിടെ ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഹോൾഡ് ചെയ്തു, 10-20 മിനിറ്റ് ആയില്ലോ ഹോൾഡ് ചെയ്തു. ഒരു ടെൻഷനും ഇല്ലല്ല. മേലേക്ക് പോകുന്നവരെ എത്തിയിട്ടും താലേക്ക് ഇതാണ് വേണ്ട. ഈ ഒരു കോൺഫിഡൻറ്റോടുകൂടി നമുക്ക് ഇരിക്കാം ഇതിന്റെ മുന്നിൽ, ഒരു ടെൻഷനും ഇല്ല. മറ്റേത് പിന്നെ എക്സ്പെക്ട് ചെയ്യുന്നില്ല നമ്മൾ എങ്ങനെയാണ് പോകുന്നത്, ഒരു ഐഡിയ ഇല്ല. കൺമുന്നിൽ ബ്ലൈൻഡ്, ആൾക്കാർ ബ്ലൈൻഡ് ആകുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, ഒന്നും തിരിയുന്നില്ല ആൾക്കാർക്ക് എന്താ സംഭവിക്കാന്നുള്ളത്. ലോസ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇറങ്ങാം. പക്ഷെ അക്സെപ്റ്റ് നമുക്ക് കുഴപ്പമില്ല. $2 ഒരു പ്രശ്നമില്ല, $1 പ്രശ്നമില്ല നമുക്ക്. അതായത് അടുത്ത എൻട്രി കിട്ടും, അത് പോയ അടുത്തതിൽ റിക്കവറി ആക്കാം. എന്തായാലും 100 ട്രേഡൊന്നും ഒരിക്കലും ലോസ് വരില്ല. അത് ഞാൻ ഷുവർ ഉറപ്പ് തരുന്ന കാര്യം വെച്ചാൽ ഞാൻ ചെയ്യുന്നതാണ്. അല്ല എന്താ പെർസെൻറ്റേജ് 1% ആണോ 2% ആണോ വെക്കാൻ നല്ലത്? 1 തുടങ്ങാം. 1 തുടങ്ങിയിട്ട് MT5 ആകുന്ന സമയം തന്നാല് ഇതിലൊക്കെ ഇതിലിപ്പോൾ 1 തുടങ്ങാം. 1% തുടങ്ങിയിട്ട് മാക്സിമം എന്നാക്കാം. അവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇപ്പോൾ 2-3 ആണെങ്കിൽ എന്നാക്കാം 2 വെക്കാം. നമ്മൾ റിസ്ക് സ്കോറിൽ 2 ആണെങ്കിൽ 3 ആണെങ്കിൽ 2 കീപ്പ് ചെയ്താൽ മതി. 2 വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. അത് മതി. അല്ല, ഹോൾഡിങ് നിങ്ങൾ എന്നാക്കാ ഹോൾഡ് ഇവിടെ ഇപ്പോൾ ഹോൾഡിങ് ഇപ്പോൾ അവിടെ ഇപ്പോൾ ഹോൾഡ് ചെയ്യാം. ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ TP3 വരെ വെച്ചിട്ടുള്ളത്. അപ്പൊ TP നോക്കണ്ട. അതായത് നമുക്ക് വെക്കുമ്പോൾ TP3 വെക്കാം. മാർക്കറ്റിൽ ഉണ്ടല്ലോ എന്തായാലും. അപ്പൊ നമ്മളിപ്പോ അതിപ്പോ ഏത് ടൈമിൽ നമ്മൾ അതിന് ബ്രേക്ക് ചെയ്ത് ഇറങ്ങി പോരാന്നുള്ള മൈൻഡ് സെറ്റിൽ ഇരിക്കുക. അതായത് ഇപ്പൊ നിങ്ങളിപ്പോ ടാർഗറ്റ് ഒരു $2 ആണെങ്കിൽ $1 ആണ്, ഇപ്പൊ $4 ഉണ്ട് പ്രോഫിറ്റ്. $2 ടാർഗറ്റ് ആണ്, 2 എടുക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങാം. ടാർഗറ്റ് എത്തുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങാം. ഇപ്പം
ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു 12 മന്തിലൊക്കെ ഇന്നലെ കാണിച്ചുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അതിൽ എത്രയുണ്ട്? $5 ടാർഗറ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോ $4 ഏകദേശം ഇത് കംപ്ലീറ്റ് ആയി കിട്ടും. $100 തന്നെയാണ് ക്യാപിറ്റൽ, കൂടുതലൊന്നും ഇല്ല. അതിൽ $80 $90 നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ഈ ട്രേഡിന് $4 കിട്ടുമോ? ഇന്നത്തെ ഏകദേശം അടുത്തൊരു $1 ഉണ്ടാക്കിയാൽ പോരാ. ഇന്നത്തെ പരിപാടി ചെയ്യുന്നില്ല. ഒരു ദിവസം $5 നിങ്ങളുടെ ടാർഗറ്റ്. ഓക്കെ, അതായത് ആ സെയിം സാധനം വെച്ചിട്ട് പേപ്പർ ട്രേഡ് ചെയ്താൽ മതി. $5 ഉണ്ടാക്കിയാൽ മതി. ഈ ട്രേഡ് പേപ്പർ ഡെമോ ട്രേഡ് ഇതിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. $5 അത് നമ്മൾ കോൺഫിഡൻറ്റ് ലെവലിൽ നിന്നാക്കാം. മെല്ലെ ഇൻക്രീസ് ചെയ്ത് സ്റ്റെപ്പ്. അതായത് ഇന്ന് $5 ആകുമ്പോൾ നിന്നാക്കാം, സ്റ്റോപ്പ് ചെയ്യാം. നാളെ $5 ഒരു മാസം അതേപോലെ പോയാൽ $150 ഒരു മാസം ആക്കിയെങ്കിൽ അടുത്ത മാസം റിയൽ അക്കൗണ്ടിൽ തുടങ്ങിക്കും. നിങ്ങൾ ഈ മാസം മുഴുവൻ ഡെമോ ചെയ്യാം. നിങ്ങൾ $150 ഈ ഒരു മാസം അതായത് ഈ സാധനം ഇതിന് ഫോളോ അപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഓക്കെ. ആ റൂട്ടിൽ ചെയ്യുന്ന $100 150 ആക്കാൻ കഴിയും. നമുക്ക് 100ന് 250 ആക്കാം. അതെ, $150 പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ ഈ മാസം സക്സസ് ആണ്. നിങ്ങൾക്ക് നാളെ മുതൽ അടുത്ത മാസം മുതൽ റിയൽ മാർക്കറ്റ് ചെയ്യാം. അത് നിങ്ങൾ കാപ്പബിൾ ആയെന്നുള്ളതിൻ്റെ സൈനാണത്. $5 ഇന്ന് ചെയ്യേണ്ടത് പ്രോഫിറ്റ്. നാളെ $5, മറ്റൊന്ന് $5. കോമ്പൗണ്ട് ചെയ്ത് കൊണ്ടുവരാം. ഓരോ ദിവസവും മാറുന്നിടത്തോളം കോൺഫിഡൻസ് ലെവല് ഇൻക്രീസ് ചെയ്ത് വരും. അത് നിങ്ങൾ തന്നെ കാണും, നമ്മളല്ല, നിങ്ങൾ തന്നെ അത് പേഴ്സണലി എക്സ്പെക്ട്. ഇപ്പം എന്തായി? എത്തീരിയം കേരളായി $19. മറ്റവൻ എന്തായാലേ മുന്തലായി ഗോൾഡ് ചെറുങ്ങനെ. ഇല്ല, നോക്കാം നമുക്ക് എന്തായാലും ഗോൾഡ് ഇറങ്ങും. ഇതിൽ നമ്മൾ എത്ര $1 ഉപയോഗിച്ചെന്നുള്ളത് ഇവിടെ അറിയാൻ കഴിയാം. ഇപ്പോൾ ഇതിൽ ഉപയോഗിച്ച് നമ്മൾ ഇതിൽ പോയി കഴിഞ്ഞാൽ തിരികെ എത്ര ട്രേഡിന് ഇറക്കിയ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ട്രേഡിന് ഇതിന് ഇറക്കിയ എമൗണ്ട് ഓൾമോസ്റ്റ് ഫുൾ ഇറക്കിയിട്ടുണ്ട്. അതായത് 80 അവൈലബിൾ ബാലൻസ് കണ്ട ഇതേ ഉള്ളൂ. ഇപ്പോൾ ഉപയോഗിച്ച് എത്ര ഉപയോഗിച്ച് $83 ഉപയോഗിച്ചിട്ടുണ്ട് ഈ ട്രേഡിന്. അത് നമുക്ക് എവിടെ എഡിറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ അത് തുടക്കത്തിലേക്കല്ലേ? അത് ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യാൻ ഇതിൻ്റെ പൊസിഷൻ കാര്യങ്ങൾ. ഇത് തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് എന്താക്കാം, എൻട്രി എടുക്കുന്ന സമയം ട്രേഡ് ഇവിടെ ബൈ കൊടുക്കുന്ന സമയം ഇവിടെ വരും. അപ്പോൾ ഇവിടെ കാണിക്കും ഇതാ എത്ര എമൗണ്ട് എടുത്തു എന്നുള്ളത്. ഇവിടെ വരും. നമ്മളിപ്പോൾ ഇവിടെ ഇതിപ്പോൾ മാറ്റിയിട്ട് ഞാൻ എന്താക്കി ഡോളറിലൊക്കെ ആക്കിയിട്ടുണ്ട്. മാർജിൻ ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, എങ്ങനെയും കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ എമൗണ്ട് കൊടുത്താൽ മതി, യൂണിറ്റ് കൊടുക്കണ്ട, എമൗണ്ട് കൊടുത്താൽ മതി. എത്ര എമൗണ്ട് ഇറക്കുന്നത് എന്നുള്ളത് അത് മാറ്റിക്കഴിഞ്ഞാൽ എന്താക്കിയാൽ ഇതിലേക്കാണെങ്കിൽ അവിടെ യൂണിറ്റ് കൊടുത്താൽ മതി, എമൗണ്ട് ഓട്ടോമാറ്റിക്കലി വരും. 0 നമ്മൾ ഉപയോഗിച്ചത്. നേരെ പോയിട്ട് എമൗണ്ട് ഒക്കെ ആക്കിയാൽ മതി, USDT ആക്കിയാൽ മതി. ഡോളർ റിസ്ക് ചെയ്താൽ മതി. ഇപ്പൊ യൂണിറ്റ് ആണ്. ആ യൂണിറ്റ് ആകുമ്പോൾ ഇപ്പൊ 0.2ന് $83 വേണം. എടുത്തു. ഇപ്പൊ $83 സ്പെൻഡ് ചെയ്തു നമ്മൾ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു സിസ്റ്റം. ഇതിനിപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് മാർക്ക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ചെയ്തോളൂ. അതങ്ങനെ ഓപ്പൺ ചെയ്യാം. ഫുള്ള് ക്ലോസ് ചെയ്ത് അങ്ങനെ ഓപ്പൺ ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. ഇതിപ്പം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ടാവില്ല? എല്ലാം റൺ ചെയ്യും, ഒന്നും പോവില്ല. എനിക്ക് മൊബൈലും റൺ ആവും. ഇതോടെ ഞാൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഓപ്പൺ ചെയ്തോളൂ. ചെയ്തോ, ഓപ്പൺ ചെയ്തോ. ക്രോമിലല്ലേ? ക്രോമിൽ ട്രേഡിംഗ് അടിക്കാം, നേരെ ഓപ്പൺ ചെയ്യാം. അവിടെ ഓൾറെഡി ഉണ്ടാവും ചെയ്തിട്ടുണ്ട്. നേരെ പോവാ. ഇവിടെ ട്രേഡ് ആക്റ്റീവായിട്ടുണ്ടാവും, അതങ്ങനെ ഉണ്ടാവും. ഇതാ അപ്പോൾ ചെയ്യില്ല. ചാർട്ട് എല്ലാം അങ്ങനെ ഉണ്ടാവും, ഒന്നും പോവില്ല. അവിടെ സെറ്റ് ചെയ്ത് വെച്ചല്ലേ.
നമ്മൾ 1 മണിക്കൂർ ആ സ്പെൻഡ് ചെയ്താൽ അത് കഴിഞ്ഞു. അതിനുള്ള ടൈം മാത്രമേ വേണ്ടൂ. 1 മണിക്കൂർ കൊണ്ട് എത്രയാണ് ഇവിടെ ബിയറിഷ് ആയതുകൊണ്ട് പിന്നെ ബിയറിഷിനെ ചാൻസ് ഉള്ളൂ അല്ലേ? ഗോൾഡ് ഗ്രീൻ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ബിയറിഷിന് ചാൻസ് നോക്കാം. അതന്നെ, അതിപ്പോൾ ഇവിടെ അക്യുമുലേഷൻ ആണ്, മാർക്കറ്റ് വോളിയം പ്രഷറൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ ചെയ്യുന്ന കാണുന്നുണ്ട്. പക്ഷെ നോക്കാം. അതായത് അതിൻ്റെ ഒരു ഇതിപ്പോൾ ഞാനൊരു ഇത് പറഞ്ഞാൽ നിങ്ങൾ എടുത്ത ട്രേഡ് എന്താ ഇപ്പോൾ? അത് $75 ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ട്. പ്രോഫിറ്റ് തന്നെ 75. ഇതിൻ്റെ ഒരു തിയറി ഞാൻ പറഞ്ഞുതരാം, പ്രോപ്പർ തിയറി പറഞ്ഞാൽ. അതായത് ഇപ്പോൾ മാർക്കറ്റ് താഴേക്ക് പോകുന്നുള്ളത്, ഇതാണ് ഇപ്പോൾ എടുത്തതിൻ്റെ സപ്പോർട്ട്, ഇതാണ് താഴത്തെ ഒരു സപ്പോർട്ട്. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യേണ്ട ഒരു താമസമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളി മാറി. ഹോൾഡ് ചെയ്ത് നിൽക്കണം. ഇവിടെ വന്ന് ഇവിടെ സപ്പോർട്ട് എടുക്കുന്നു, ഇവിടെ വന്ന് ഇവിടെ സപ്പോർട്ട് എടുക്കുന്നു. ഇതാണ് ഇപ്പോൾ ഈ കളിക്കുന്നത്. ഓക്കെ, ഇപ്പം ഇതൊന്നാവും ഇതൊന്ന് ബ്രേക്ക്, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് ചെറുങ്ങനെ അടുത്ത ക്യാൻഡിൽ ഒന്ന് അതിനകത്ത് താഴേക്ക് തുറന്നു കഴിഞ്ഞാൽ ഷട്ടീന്ന് പുറത്ത് ഇത് ഇവിടത്തേക്ക് എത്തും. അവിടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ ഈ സപ്പോർട്ട് അത് എപ്പോഴും സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നിടത്ത് എപ്പോഴും ഇവന്മാരിങ്ങനെ ലാഗ് ചെയ്യിപ്പിക്കും. മാർക്കറ്റിൽ നിന്നിങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതെങ്കിലും ഒരു പോർഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിച്ചുകൊണ്ട് പോകും. അതത്ര അങ്ങനെ സപ്പോർട്ട് ബ്രേക്ക് ആകുമ്പോൾ കാര്യങ്ങൾ വലിയ കണ്ടീഷൻ മാറും, ഒക്കെ മാറും. ഒറ്റയടിക്ക് എല്ലാം ഡേഞ്ചറിലേക്ക് വരും. ഫുള്ള് റെഡ് കംപ്ലീറ്റ്ലി എന്നാവും കാര്യങ്ങൾ തല കുത്തനെ തിരിയും. അപ്പൊക്കെ അപ്ഡേഷൻ അപ്പം നമ്മൾ പരിപാടി വെയിറ്റ് ചെയ്യുക, നമ്മൾ അടുത്ത സാധനം വെയിറ്റ് ചെയ്യുക, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. നമുക്കതാ വേണ്ട. 1 മണിക്കൂർ ഇരിക്കുക, എന്താണ് 1 മണിക്കൂറിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഈ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാത്ത ഒരാൾ ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കണ്ട. ഇത് ചെയ്യാൻ പറ്റൂല, ട്രേഡിങ് ചെയ്യാൻ പറ്റൂല. വെച്ചാൽ ആൾക്കാർക്ക് എപ്പോഴും ഇങ്ങനെ ഒന്നുമില്ല, ഇതെല്ലാം വെറുതെ അങ്ങോട്ട് ചെയ്ത് ഒരു ബോട്ടിൻ്റെ കൈ കൊടുത്താലൊന്നും പരിപാടി നടക്കൂല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യാൻ. ഇത് ലാസ്റ്റ് അതിൻ്റെ ഒരു ക്ലയന്റ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായി, ഇത് ഫോണിൽ കംപ്ലീറ്റ്ലി ടാബിളായിട്ട് നിൽക്കുക, അപ്പോൾ ട്രേഡ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ഫോണൊന്ന് പോർട്രേറ്റിൽ പിടിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവും. പോർട്രേറ്റ് സൈഡിലേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. വെച്ചാൽ ഫോണിൽ നമുക്ക് ഈ ഒരു നമുക്കത് അതിൽ നിന്ന് മാറ്റാൻ പറ്റൂല. അതെന്തായാലും അവിടെ തന്നെ ഉണ്ടാവും അത് സ്റ്റേബിളായിട്ട്. അതല്ലെങ്കിൽ ഫോണിലേക്ക് അല്ലെങ്കിൽ ലാപ്പിൽ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഫോണിൽ നമുക്ക് അത്ര ഒരു ഇതിലേക്ക് കിട്ടും അത്.
ഫോണിൽ അല്ല ഫോണിൽ അതിൻ്റെ ഒരു ഇതാണ് ചിലത് നല്ല രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റും. മാക്സിമം അടുത്ത അപ്ഡേഷൻ നമുക്ക് ഫോൺ ഫ്രണ്ട്ലി നോക്കാം. നമുക്ക് അതിൻ്റെ പ്ലാൻ്റെ ഇല്ല നെക്സ്റ്റ് അപ്ഡേഷനിൽ.